അസംബ്ലി 2024 യൂത്ത് ആനിവേഴ്സറി നടത്തിയ ഒരു ടിക്കറ്റ് വിതരണം എന്ന സ്കിറ്റിൻ്റെ രണ്ടാം ഭാഗം ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് കാണാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ യൂട്യൂബിൽ ബഥേൽ ക്രിസ്ത്യൻ അസംബ്ലി W എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ആദ്യ ഭാഗം നിർബന്ധമായും കാണുക. കിങ്ഡം ഓഫ് ഹെവനിലേക്ക് ടിക്കറ്റ് ലഭിച്ച ഒരു കൂട്ടം യാത്രക്കാരുടെ യാത്രാ അനുഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൽ ആരുടെയെങ്കിലും സ്വഭാവവുമായി നിങ്ങൾക്ക് സാമ്യം തോന്നിയെങ്കിൽ അത് വെറും യാദൃച്ഛികം മാത്രം. കാണുക, ആസ്വദിക്കുക. കൂടാതെ ബഥേൽ ക്രിസ്ത്യൻ അസംബ്ലി W എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. Good afternoon, ladies and gentlemen. This is a pre-boarding announcement. Passengers traveling in the flight BZA001 departing to the Kingdom of Heaven is ready for boarding. Please proceed to gate number 1. Please have your boarding pass and identification ready with you. Passengers requiring personal assistance will be boarded first. Thank you. Good afternoon, ma'am. Boarding pass, please. Good afternoon. Thank you. So your seat number is 1. Please take your seat, ma'am. Thank you. എന്നെ ആ സീറ്റിലോട്ട് കൊണ്ടുവന്നിരുത്താവും. എനിക്ക് ഭയങ്കര നെർവസാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി ആൻഷ്യസ് ആയിട്ടാവാൻ വേണ്ടി. That's fine, ma'am. I can help you. Thank you. Over this way. Okay. Good afternoon, sir. Boarding pass, please. Thank you. So your seat number is 4. Please take your seat, sir. വിൻഡോ സീറ്റ് ആണോ? Sorry, sir. We don't have that facility here. അയ്യോ, എനിക്ക് വിൻഡോ സീറ്റ് ഇല്ലാതെ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വിൻഡോ സീറ്റിലല്ലാതെ ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഞങ്ങളുടെ യൂത്ത് പ്രോഗ്രാംസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. അതുകൊണ്ട് വിൻഡോ സീറ്റ് നിർബന്ധമായിട്ടും വേണം. Sorry, sir. We serve everyone equally. We don't have that facility here, please. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ WBCയുടെ യൂത്ത് സെക്രട്ടറിയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എൻ്റെ ഫോളോവേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? പ്രശസ്ത ഗായിക അക്സ ജോഷി മാമൻ, പ്രശസ്ത നർത്തകി ഡയാന എബി, പ്രശസ്ത സംഗീത സംവിധായകൻ ബ്ലസൻ സേവ്യർ, ആരെ കൊണ്ടും വായിപ്പിക്കാതെ അക്ഷരസ്ഫുടതയോടെ ബൈബിൾ വായിക്കുന്ന ജിബി ബാബു, അതുപോലെ തന്നെ പ്രശസ്ത ഷെഫ് സനോജ്, പിന്നെ പ്രാർത്ഥന പടയാളി ആര്യ എൽദോസ്, എത്രയോ പേരുടെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? അതുപോലെ തന്നെ ഞങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. ടൈം മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഡോക്ടറേറ്റ് നേടിയ ആളാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വിൻഡോ സീറ്റ് കിട്ടുക? I'm really sorry about that, sir. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ആരുടെയൊക്കെ റെക്കമെൻഡേഷൻ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും we don't have that facility here. We serve everyone equally here. Please cooperate and take your seat, sir, please. ഇതെന്തൊരു കഷ്ടമാണ്. Thank you, sir. ഇതിനകത്തിരുന്ന് പോകണമല്ലോ. അല്ല ജിബി, എയർ ഹോസ്റ്റസിന്റെ മേക്കപ്പ് കണ്ടോ? മുഖത്തപ്പടി ഗുരുവായല്ലാൽ അതൊന്നും കാണുന്നില്ല. നല്ല പെർഫെക്ഷൻ എന്ത് ചോദിക്കാം. അതെല്ലാം പുള്ളിക്കാരുടെ കുട്ടിയാണ്. അയ്യോ, അത് ചോദിച്ചോക്ക്. ചോദിക്കാം കേട്ടോ. Good afternoon, ma'am. Boarding pass, please. Here it is. Thanks, ma'am. So your seat number is 3. Please take your seat, ma'am. Thank you. ഞാൻ പോകുന്നതിന് മുമ്പ് എക്സ്ക്യൂസ് മീ മാം, ഒന്ന് ചോദിച്ചു. No problem, yeah. ഈ മേക്കപ്പ് ഏത് ബ്രാൻഡാണ്? നല്ല ഫിനിഷിംഗ് ആണല്ലോ. എനിക്കും കൂടി ഒന്ന് മേടിക്കാനായിരുന്നു. Oh, thank you so much for your compliment, ma'am. All the list has been written in the manual nearby your seat, so you can have a look on that. But the master of this flight says, സൗന്ദര്യം വ്യർത്ഥവും യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നാണ്. So please take your seat and cooperate, ma'am. Thank you. വല്ലാത്ത ഗമയാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചോദിക്കരുതെന്ന്. Good afternoon. Good afternoon, ma'am. Boarding pass, please. Here it is. Ma'am, your seat number is 5. Please take your seat, ma'am. Thank you. Thank you. Praise the Lord. Glory to God. Hallelujah. In the name Good of afternoon, ma'am. Jesus. Good afternoon. Boarding pass, please. Boarding pass. ഉണ്ടായിരുന്നു കിട്ടി എനിക്ക്. Maybe in your bag, ma'am. Please have a look, please. ഓ, ബൈബിളിന്റെ അകത്ത് വെച്ച് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്തു. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ബൈബിൾ വായിക്കുമായിരുന്നു. Okay. Thank you, ma'am. So your seat number is 2. Please take your seat, ma'am. Thank you. Bless you. Thank you.
sir. Business Good afternoon, class sir. അല്ലേ Boarding pass, കേട്ടത്? please. Boarding pass, please, sir. ബോർഡിംഗ് പാസ്സോ? അതെന്തോ ഞാൻ? Sir, you got a card like thing when you. കാർഡ്, Yeah. എൻ്റെ കയ്യിൽ കാർഡുണ്ട്, തരാം കേട്ടോ. Thank you. ഇതെൻ്റെ റേഷൻ കാർഡ്, ഇതെൻ്റെ ആധാർ കാർഡ്, ഇതെൻ്റെ പാൻ കാർഡ്. Sir, ഇനി എന്തെങ്കിലും കാർഡുകൾ ആ ബാഗിലുണ്ടോ? വേറെ എൻ്റെ കാർഡൊന്നുമില്ല. ഇതാ ഞാൻ എൻ്റെ അമ്മണി എനിക്ക് നേരത്തെ തന്ന ഇത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. സാർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ പടമുള്ള ഒരു കാർഡ് തന്നു വിട്ടായിരുന്നു അവിടെ ആരെങ്കിലും. വിമാനത്തിന്റെ ഫോട്ടോ അത് തന്നെ സാറേ. ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ തരത്തില്ല അത്. ഞാനത് നോക്കട്ടെ. അപ്പച്ചന്റെ സീറ്റ് നമ്പർ ഏതാ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ തരക്ക് തിരിച്ച് തന്നേക്കുന്നു. ഓ ശരി. ഓക്കെ. Thank you, sir. Praise the Lord in the name of Jesus. സർ അപ്പച്ചന്റെ സീറ്റ് നമ്പർ 6 ആണ്, 6. ഓക്കെ. എങ്ങനെ പോന്നെ? അപ്പച്ചൻ നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് കാണുന്ന സീറ്റാണ് ലെഫ്റ്റ് സൈഡ്. താങ്ക്സ് അപ്പച്ചൻ. ലെഫ്റ്റ്. Amen. Glory to God. Praise the Lord. അവിടെ Hallelujah. ഇത് തന്നെയാണ് അപ്പച്ചൻ അപ്പച്ചന്റെ left. സീറ്റ് നമ്പർ ഏതാ? ഇതാ സീറ്റ്. അപ്പച്ച അതാ സീറ്റ്. അപ്പച്ച ആ സീറ്റ് എനിക്ക് തരാമോ? ഇവിടെ ഇരുന്ന ബാത്റൂമിലൊക്കെ പോയി എടുക്കുവാ. ഇല്ല മാഡം. വിൻഡോ സീറ്റ് ഇതാ അപ്പച്ച. എനിക്ക് സൈഡിൽ ഇരിക്കണം. കാറ്റൊക്കെ എല്ലൊക്കെ തുറച്ച് കാറ്റൊക്കെ വേണം. കിളവൻ മുടയാണെന്നാ തോന്നുന്നു. കിളവൻ നമ്മളെ നാട്ടിക്കാൻ തോന്നുന്നു. മാറിയിരിക്കാം. പച്ച കൊള്ളാൻ അടിപൊളി ഡ്രസ്സൊക്കെയാണ്. ഈ വേഷം എവിടുന്ന് കിട്ടി? ഓ ഇന്ന് പറയണ്ട കുഞ്ഞുങ്ങളെ. ഇങ്ങോട്ട് വരാൻ നേരത്തെ എൻ്റെ പിള്ളേർ അങ്ങ് വിദേശത്ത് അമേരിക്കയിലും കാനഡയിലൊക്കെ പിള്ളേർക്ക് ഒരു നിർബന്ധം സൂട്ടും കോട്ടും ഇടുന്നു. എനിക്കാണ് ഈ കയ്യിൽ വിടുന്നത്. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ പാല് വരുന്നതിനുമ്പോൾ എല്ലാം അങ്ങ് പോയി. ഞാൻ പാലൂരി ഞാൻ ബാത്റൂമിൽ ഇട്ടിട്ട് ഞാൻ കയ്യിൽ കൊടുത്തിട്ട് ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, സുഖമാണ്. പച്ച നാട്ടിക്കാൻ തോന്നുന്നു. എടി Praise സിനിയെ, the Lord in the നീ name of കുറേ നേരമായില്ല Jesus. അവിടെ makeup Hallelujah. ചെയ്യുന്നത്. Glory. നിനക്ക് ആ മേക്കപ്പ് കിറ്റ് ഒന്ന് താഴെ വെച്ചൂടെ? ഇതെന്റെ ഇച്ചായൻ അങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നതാണ്. അതെനിക്ക് യൂസ് ചെയ്യണ്ടേ? നിനക്കറിയാമോ ഇതിന്റെ വില? എനിക്കറിയത്തില്ല. അറിയാണെങ്കിൽ എന്റെ ജോഷോ മോൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ട് തന്നതാ. അതൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കണ്ടേ? ഈ കൊച്ചെന്താ കേറിയപ്പോ തൊട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് ഇരിക്കുന്നത്? അറിയുവാണോ? അല്ലല്ലോ, അതേകളൊക്കെ മിണ്ടുന്നില്ലല്ലോ. ഇത് ഇവളിൽ വ്യാപരിക്കുന്ന ഒരു സൈലന്റ് സ്പിരിറ്റ് ആണ്. I rebuke the silent spirit in the name of Jesus. Praise the Lord. Glory to God. Hallelujah. Ladies and gentlemen, good afternoon. Welcome on board BCA 001. This is your Captain Joshi speaking. We are currently preparing departure and expect a smooth journey to heaven. Our flight time today is approximately 70 to 80 years, cruising the altitude of 34,000 feet. Our dedicated crew member here to ensure you have a comfortable and enjoyable flight. If you need any assistance, please do not hesitate to ask. On behalf of our entire BCA team, we thank you for choosing to fly with us. Sit back, relax, and enjoy our flight. Thank you. എന്താ കുഞ്ഞുങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഇപ്പം വിമാനം ഇറക്കും. ഇറങ്ങി പോകാനോ? ഇറങ്ങി പോകില്ല പച്ച. Good afternoon, ladies and gentlemen. Very welcome to flight BCA 001. We now request you to fasten your seatbelts and secure all your baggages in your overhead compartment. We also ask that your seats and table trays are in upright position for takeoff. പച്ച വേഗം ആ seat belt ഇടാൻ പച്ച. അതാ പറഞ്ഞത്. എൻ്റെ പെണ്ണിനെ ബാത്റൂമിൽ ഇട്ടേക്ക്. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. അത് വേറെ seat, ഇത് വേറെ seat കേട്ടോ. പച്ച അതിട്. ഇതാണോ? വലിച്ചിട്. Ladies and gentlemen, we are here to ensure that we do have a comfortable flight and we concern about your seating. With that in mind, we ask you to take the safety manual booklet out of your seat bag in front of your seat and follow the rules and instructions written in it. And it is a lifetime journey in it to eternity. You have plenty of time to read and follow the instructions in it to reach the kingdom of heaven safely. Thank you. ഓ, എനിക്കിതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 5 വൻകരകളിൽ മാറി മാറി നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആളാ. ഇതിൽ ഓരോ വാക്യം എനിക്ക് മനപ്പാടാ. ഞാൻ ഇതങ്ങടെ ചോദിച്ചപ്പോ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ ഇതൊക്കെ നമ്മൾ കുറെ വായിച്ചിട്ടുള്ള ഇതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഓ, എന്റെ അപ്പനെ ഉപദേശിക്കാൻ എനിക്കിത് കാണാൻ പാടില്ല. ഞാനിത് അടച്ചു. പച്ച അതെടുത്ത് വായിക്കാനാ പറഞ്ഞത്. പച്ച വായിക്കാൻ അറിയാവോ? വേണ്ട മോനെ, എനിക്ക് വയ്യ. മോനെ, ഈ ജനൽ തുറന്നേക്കാൻ പറ്റും. എനിക്കെന്തോ അയ്യോ, പച്ച നമ്മള് ജനലൊന്നും എല്ലാം കൂടെ പുറത്തോട്ട് പോകും. പിന്നെ നമ്മളെ ഇങ്ങനെ കാറ്റ് കാറ്റ് എന്തൊരു കുടുക്കായത്. ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ ഈ കുടുക്ക് ഒന്നുമില്ല. ഈ എക്കണോമിക് ക്ലാസ്
കോമഡി ക്ലാസ് ആണ്. നിങ്ങൾ കണ്ടപ്പോഴല്ലേ കൾച്ചറൽ ഫെലോസ്. ഓ മൈ ഗോഡ്, ഐ കാനോട്ട് ടോളറേറ്റ് ദിസ് വൺ. എടി സിനിയെ, അവിടെ ആരാണ് നമ്മളെ പറഞ്ഞ കൾച്ചറൽ ഫെലോസ്? നമ്മളെ എത്ര കണ്ടിട്ട് അവർക്ക് പോരെ? അവൾ കുറെ നേരമല്ല തുടങ്ങിയിട്ട് കുടുക്കി അവളുടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് സൈലന്റാണ് ഇങ്ങോട്ട് വന്നു. അവിടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് കേൾക്കാൻ വയ്യ. Excuse me, ma'am. ബിസിനസ് ക്ലാസ് വേണം. അവളോടൊക്കെ വേറെ കേറി പൊക്കോളം പറ ബിസിനസ് ക്ലാസ്സിലോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ 10-15 പ്രാവശ്യം ഒരു വർഷത്തിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്റെ സ്പോൺസേഴ്സ് എല്ലാം എനിക്ക് ബിസിനസ് ക്ലാസ് ആണ് തരുന്നത്. എന്നെ ഞങ്ങൾക്ക് പരിചയം തോന്നണോ? യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, SV ബ്ലസ്സൻ. മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. ഓ മൈ ഗോഡ്, എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് അറിയോ? അദ്ദേഹം ലോക പ്രശസ്ത മ്യൂസിക് ഡയറക്ടറാണ്. അതും പ്രതിഫലിച്ച് കൂടാതെ എന്തുമാത്രം ക്രിസ്തീയ പാട്ട് ക്ലാസ് സംവിധാനം ചെയ്യുന്നത്. കണ്ടേച്ചാലും മതി. Excuse me, ma'am. We offer tea, coffee, cold drinks, snacks, please. കണ്ടുകൂല ചായ ഒന്നും എനിക്ക് വേണ്ട. പറ്റുമെങ്കിൽ എന്നെ ബിസിനസ് ക്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി തരാം. Sorry, ma'am. We offer the മായമില്ലാത്ത പാല with milk. വേണ്ട. We don't have. We serve everyone equally. Sorry about that, ma'am. Oh God, glory to God, praise God. Excuse me, ma'am. Tea, coffee, cold drinks, please. താങ്ക് യു ഫോർ യുവർ ഓഫറിംഗ്. ബട്ട് ചായ കുടിച്ചാൽ എന്റെ ലിഫ്റ്റിക്ക് അങ്ങ് പോകും. ഇത് ഇച്ചിരി വില കൂടിയതാ. Thank you so much, ma'am. Excuse me, sir. Tea, coffee, cold drinks. ഇനി ആൽക്കഹോളിക് Sorry, sir. We don't serve any alcoholic drinks in this flight. Sorry about that. You want anything else? ആരും കാണാതെ രണ്ടെണ്ണം അടിക്കാൻ പറ്റുന്നില്ല ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ അത് നടക്കുകയെന്നാണ് തോന്നുന്നത്. Excuse me, ma'am. Tea, coffee, cold drinks, snacks, please. താങ്ക് യു. രാവിലെ ഞാൻ സനൽ എന്ന് പറഞ്ഞ ബ്രദറിന്റെ വീട്ടിൽ പോയി ഒരു ആലു പൊറോട്ടയും സാലഡും കഴിച്ചു. ഉച്ചയ്ക്ക് ലിബിസാറിന്റെ വീട്ടിൽ പോയി നല്ല തലക്കറിയും ചോറും. വൈകുന്നേരം കപ്പ ബിരിയാണി ക്രിസ്ത്യമ്മയുടെ വകയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ അയൽവാച്ചൻ എനിക്ക് നല്ല റാപ്പുണ്ടാക്കിയത്. നിങ്ങളുടെ ഈ ഊള ഫുഡൊന്നും എനിക്ക് വേണ്ട. Thank you so much, ma'am. Excuse me, sir. Tea, coffee, cold drinks. ഇവിടെ എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോകണമായിരുന്നു. We have the facility here. Do you want any tea, cold drinks, anything like that, sir? No? എനിക്ക് ഗ്യാസ് കയറി എനിക്ക് ഇടിച്ചിട്ട് സംഭാരം വേണമായിരുന്നു. Oh, we don't serve the drinks like that here. Sorry about that, ഞാൻ sir. ആ ഡ്രൈവറോട് പറയണേ ആ സൈഡിൽ നിർത്തി ഞാൻ അവിടുത്തെ ചായ മേടിച്ച് കുടിച്ചോടാം. We have only one stop for this flight, sir. Sorry. ഈ ജനലം തുറന്നിടാം, എനിക്ക് കാറ്റ് കിട്ടുന്നില്ല. Sir, sorry about that, sir. It's only one flight. We have only one stop, and that is Kingdom of Heaven. അപ്പച്ചൻ്റെ Kingdom of Heavenലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയതിന് അപ്പച്ചൻ്റെ ഭാഗ്യമായിട്ട് അപ്പച്ചൻ കരുതണം. Sorry about that. Thank you so much. ഈ അപ്പച്ചൻ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ തോന്നുന്നു. ഇവിടെ മൊത്തം നാറ്റിക്കുന്നു. കറക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയും ചെയ്യും. സീറ്റ് മാറ്റാൻ നോക്കിയാലും മാറ്റാനും പറ്റത്തില്ല. Amen, praise the Lord, in the name of Jesus, hallelujah, glory. അവളുടെ പ്രാർത്ഥന ഇതുവരെ കഴിഞ്ഞില്ലേ സിനി? Amen, praise the Lord. Ladies and gentlemen, we are passing through a risky situation. All passengers are requested to remain seated and fasten your seatbelts. Flight is nearly out of captain control. Please do not panic. We are here to help you as much as possible. അച്ഛാ നമ്മൾ എവിടെയോ പോയി ഇടിക്കാൻ പോകുന്നതാ പറഞ്ഞത്. വേഗം അറിയത്തില്ല. വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടേ. എന്തൊരു വയറാപ്പ ചെയ്ത് ബെൽറ്റൊന്നും അടുക്കുന്നില്ലല്ലോ. ഇത് വലിച്ചാ പിന്നെ Attention, passengers are requested to leave your personal baggages behind and cooperate with us. As we are passing through a life-threatening situation, please follow the instructions. Excuse me, ma'am. Please hand over your baggages. എന്റെ ബാഗേജ് തരാമോ? Ma'am, it's a risky situation. It's a life-threatening. You have to cooperate, ma'am. വിലപിടിപ്പുള്ള മേക്കപ്പ് Excuse me, ma'am. Please hand over your No, baggages. no, 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 no. ഇതിലൊന്നുമില്ല, ഇതിൽ അത്യാവശ്യം വേണ്ടത് Ma'am, it's a risky situation. Please try to cooperate, ma'am. Excuse me, ma'am. Please hand over your baggages. It's a risky situation, ma'am. Thank you. Excuse me, sir. Please hand over your baggages. ഞാൻ തരത്തില്ല. ഇത് യൂത്ത് Sir, പ്രോഗ്രാമിന്റെ it's a risky സീറ്റ് situation. You have to കറക്റ്റ് understand the situation, sir. Excuse me, ma'am. Please hand over your baggages. കേരളത്തിൽ നിങ്ങൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അല്ലേ പറഞ്ഞിട്ട് വന്നത്? ഞാൻ And that's in the starting. It's a life risky situation. You have to cooperate. Excuse me, sir. Please hand over your. ഇതാ മോളെ. Thank you. ഇല്ല മോളെ, എൻ്റെ വല്യപ്പനായിട്ട് ഒരു ബൈബിൾ. Sir, you have to draw. Sir, ഇതൊരു ഭയങ്കര അപകടമായ ഒരു അവസ്ഥയാണ്. സാർ മനസ്സിലാക്കണം ഇത്. എൻ്റെ വല്യപ്പൻ തന്ന ബൈബിൾ Okay. തരത്തില്ല. അപ്പച്ച അത് കൊടുക്കപ്പച്ച നമുക്ക് വേറെ മേടിക്കാം. ഇല്ല മോളെ, ഇത് തരത്തില്ല. പക്ഷെ ഞാൻ വേണമെങ്കിൽ 2-3 എണ്ണം തരാം. പക്ഷെ അപ്പത്തെ കൊടുക്കപ്പച്ച. എന്റെ കർത്താവേ, എന്തൊക്കെ സംഭവിക്കേണ്ടി പോകുന്നു. Ladies and gentlemen, this is the captain speaking. We are experiencing an emergency situation. Please remain calm and listen carefully to the following instruction. Ensure to secure your seat belt.
Fasten your seatbelt tightly across your lap. Do not remove it until instructed. Our cabin crew is trained for emergencies and will guide you. Please stay alert and follow their commands immediately. Emergency exit. Take a moment to locate your nearest emergency exit. If needed, follow the floor lighting system to exit. If you need any evacuation, leave all your personal belongings behind. Move quickly but calmly to the nearest exit. We are doing everything possible to ensure your safety. Please remain calm and prepared. അച്ഛാ, നമ്മൾ എവിടെ കൊണ്ട് പോയി ഇടിക്കാൻ പോവാന്ന് ഇടിക്കുന്നോ? എനിക്കറിയത്തില്ലല്ലോ അച്ഛാ. Hey, old man, stop it! ഇവിടെ ഒരു ഇടിക്കലുമില്ല, ഒന്നുമില്ല. ഞാൻ യാത്ര ചെയ്ത ഒരു പ്ലെയിൻ പോലും ഇതുവരെ ക്രാഷ് ആയിട്ടില്ല. ഞാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സേഫാ. ഞാൻ എന്തായാലും ലെവലിൽ എത്തും, എനിക്ക് ഉറപ്പാ. എന്റെ കുടുംബം അങ്ങനെയാ. എത്രയോ പേരെ ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. Don't be panic. Hallelujah. Glory to God in the name of Jesus. ഇതൊരു കഷ്ടമല്ലേ? 4 പേര് പോയില്ല ഇപ്രാവശ്യം. എന്നാലും ഇത്രയും പേരെങ്ങനെ ആയിരിക്കും ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ട് 2 പേര് മാത്രമേ പോയിട്ടുള്ളൂ? ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചു? നമുക്ക് അവരുടെ ബാഗ് ഒന്ന് നോക്കാം, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും? ഇവരൊക്കെ വിശുദ്ധിയൊക്കെ പറഞ്ഞു വന്നവരല്ലേ? ഇത് ലോകപ്രശസ്തയായ എസ്സി ആ കാസിംഗിലേക്ക് കിടക്കുന്നത്. അതെ. എന്തൊരു വീരവാദമായിരുന്നു. ആ സഹോദരി കണ്ട് ഒത്തിരി ആൾക്കാരെ കണ്ട് നമ്മുടെ രക്ഷയിലോട്ട് നേടിയെന്നോ. അതെ അതെ അതെ. എന്തായിരുന്നു അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? നമുക്ക് അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കാം. വലിയ ജീവിതമൊക്കെയാ. വളരെ ഭാരമുള്ള ജീവിതമായിരുന്നു തോന്നുന്നു അല്ലേ? അതെ 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 അതെ. എന്തായിരുന്നു അവരുടെ ജീവിതം? അയ്യോ, നോക്കുക, അവരുടെ ജീവിതത്തിൽ കൂടുതലും കപടഭക്തിയായിരുന്നു, വൃതാഭിമാനിയായിരുന്നു. പക്ഷേ സംസാരത്തിലൊക്കെ എന്താണ് വിശുദ്ധി? എന്തൊരു ഭക്തിയായിരുന്നു. എപ്പോഴും അങ്ങ് സ്തോത്രവും ഹല്ലേലൂയയും അവിടെ ഇളക്കി മറിക്കുമായിരുന്നു. എന്തായിരുന്നു ഈ ഒരു സഹോദരിയുടെ? ഇതാണ് കേറിയപ്പോ തൊട്ട് ആ മേക്കപ്പ് ഇതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്റെ ദൈവം എന്നെ കേറിയപ്പോഴേ അങ്ങ് ചൊറിയും. എന്തായിരുന്നു അവരുടെ ജീവിതം? ഒന്ന് പരിശോധിച്ചാലോ? എന്തുവായിരുന്നു? ജീവിതമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ജീവിതമില്ലേ? ആ ഉണ്ടല്ലോ. അയ്യോ, വലിയ ജീവിതമായിരുന്നു. ഓ, ലോകമോഹം കണ്ടില്ലേ? അവരുടെ ജീവിതത്തിൽ കൂടുതൽ ലോകമോഹമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ? കൈവിടപ്പെട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സഹോദരൻ ഇത് യൂത്ത് ലീഡർ ആയിരുന്നല്ലോ അല്ലേ? അദ്ദേഹം പോകുന്ന കേട്ടോ. അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹമായിരിക്കും ആദ്യം പോകുന്നതെന്ന്. കാരണം അദ്ദേഹം സെമിനാറിന് പോയെന്നോ സെമിനാറെന്നോ എന്തൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നോക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കപട പ്രഹസനമായിരുന്നു, രഹസ്യഭാവങ്ങൾ കൂടുതലും, പിന്നെ അഹങ്കാരവും. എന്താണല്ലേ ജീവിതത്തിൽ? എന്താണ്? ഇതാണോ യൂത്ത് ലീഡർ? ദൈവമേ. ആട്ടെ, ഇതാരാണ്? ഇച്ചിരി പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു. എന്തായിരുന്നു ജീവിതം? ആ, കുറെ പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ. ജീവിതം മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നു അവരുടെ ജീവിതത്തെ നോക്കിക്കേ? നികള ഹൃദയവും അമിത ഭാഷണവും പൊട്ടച്ചൊല്ലും അസൂയയും. പക്ഷെ കണ്ടാ പറയൂ ഇതൊക്കെ ഉണ്ടെന്ന്. അതെ. പക്ഷെ എന്തായിരിക്കും? പോയ 2 പേരുണ്ടായിരുന്നല്ലോ, എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അപ്പച്ചന്റെ ജീവിതത്തിൽ?
പക്ഷെ അപ്പച്ചന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം എന്നാ. എന്തായിരുന്നു അപ്പച്ചന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? ഒരു കൊച്ചു നല്ലൊരു പഴയ ഒരു ബൈബിളാണ് കേട്ടോ. പഴയ ബൈബിളുണ്ട്. വിശുദ്ധ ജീവിതവും വചന ധ്യാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടുതലുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് എളിമയുള്ള ഒരു അപ്പച്ചനായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഇവിടെ ഒരു സാധു സ്ത്രീ ഇരിക്കുന്ന കണ്ടായിരുന്നല്ലോ, അധികം സംസാരിക്കാത്ത, കരയുന്നതൊക്കെ ശ്രദ്ധിച്ചു. കേറിപ്പോ തൊട്ടാൻ കരച്ചിലായിരുന്നു കേട്ടോ. പാവം. അവരുടെ ജീവിതത്തിൽ എന്താണ്? ഇവിടെ നോക്കട്ടെ. ഓ, അവരുടെ ബാഗ് മുഴുവൻ പ്രാർത്ഥന വിഷയങ്ങളാണ് കേട്ടോ. എല്ലാ കൗണ്ടികള്, അവരുടെ പാസ്റ്ററി ഒക്കെ വിഷയങ്ങൾ എഴുതി പ്രാർത്ഥനാ വിഷയങ്ങളായിരുന്നു കൂടുതൽ. അവരുടെ ജീവിതത്തിൽ ആത്മഭാരവും പ്രാർത്ഥനയുമായിരുന്നു കൂടുതൽ അല്ലേ? എന്താണല്ലേ ജീവിതത്തിൽ പുറമേ ഒന്നും അകമേ മറ്റൊന്നുമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലേ മനുഷ്യന്റെ സത്യം. നമ്മൾ ജീവിതം. വിചാരിച്ചാണ് അവര് കേറിയപ്പോ അല്ലേ? അതെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കണ്ട യാത്രയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവവുമായി താരതമ്യമുള്ളതായി തോന്നുന്നുവെങ്കിൽ അത് ആ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അംഗീകരിക്കുകയും ചെയ്താൽ യാത്ര ചെയ്യുന്ന അവസാനം ശുഭതുറമുഖത്ത് എത്തിച്ചേരുവാനിടയാകും. എന്നാൽ നശിച്ചു പോകുന്ന ലോകത്തിന്റെ മോഹങ്ങൾക്ക് സമയം പാഴാക്കി തള്ളപ്പെട്ടു പോകാതെ നമ്മളെക്കുറിച്ചുള്ള നന്മയും പൂർണ്ണപ്രസാദവും ദൈവഹിതവും ഇന്ന് നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വചനപ്രകാരം മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. ഇപ്പോഴാകുന്നു സുപ്രധാന കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ലോകം ഏത് നിമിഷവും സമാപിക്കാം. ഈ ലോകയാത്രയിൽ നാം ചെയ്ത പ്രവൃത്തികളല്ലാതെ നാം ഭൗതികമായി നേടിയ മറ്റൊന്നും ഈ യാത്രയിൽ നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഭിക്കുന്ന സമയം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുക. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുമിച്ചൊരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.